പരിശുദ്ധ അമ്മയ്ക്കും കൃപാസന പ്രസാദ മാതാവിനും യേശുക്രിസ്തുവിനും കൊടാനുകൂടി നന്ദി. സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ പേര് രാഹുൽ കുമാർ ഐറ്റി. ഞാൻ സെൻറ്റ് സേവിയേഴ്സ് ചെമ്മണാർ ഇടവക ഇടുക്കിയിൽ നിന്ന് വരുന്നു. എനിക്ക് ആദ്യമേ കിട്ടിയ സാക്ഷ്യം 30 വർഷമായിട്ട് ഞങ്ങൾക്കൊരു വണ്ടി കയറി വരുന്നൊരു വഴിയില്ലായിരുന്നു. ഒരു 10-40 മീറ്ററായിട്ട് വഴി കിട്ടാനുണ്ടായിരുന്നു. അപ്പം ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി എടുത്തപ്പോൾ ഇവിടുന്ന് കിട്ടിയ പരിശുദ്ധമായ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഏരിയയിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പം ആ വ്യക്തി തന്നെ വിളിച്ചിങ്ങോട്ട് വഴിക്കുള്ള പെർമിഷൻ തരികയും വഴിവെട്ടാൻ സാധിക്കുകയും ചെയ്തു. രണ്ടാമതായിട്ട് ഞാനൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. മാതാവ് രക്ഷപ്പെടുത്തിയതിനെക്കുറിച്ചാണ് പറയുന്നത്. രാത്രി ഒരു 10-10:30 ആയപ്പോഴത്തേക്കും ഞാൻ ടൗണിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നല്ല സ്പീഡായിരുന്നു, ബൈക്കിനായിരുന്നു. പെട്ടെന്നൊരു വളവ് തിരിഞ്ഞൊരു ജീപ്പ് വരികയും വൈറ്റ് ഹെഡ്ലൈറ്റ് ആയിക്കൊണ്ട് വരികയും എൻ്റെ കണ്ണ് കാണാൻ പറ്റില്ല. പെട്ടെന്ന് സൈഡിൽ റോഡിൻ്റെ എഡ്ജിൽ തട്ടി വണ്ടി എടുത്തടിച്ച് വീഴുകയും എൻ്റെ ദേഹത്തേക്ക് വീഴുകയും ചെയ്തു. കൈയും കാലും ലോക്കായി പോയ പോലെയായി. ടയറിൻ്റെ ഇടയ്ക്കും ഹാൻഡിലിൻ്റെ ഇടയ്ക്കും എല്ലാം ലോക്കായി പോയ പോലെയായി. അപ്പം എൻ്റെ തല നേരെ ടാർ റോഡിലേക്ക് കിടക്കുന്നു. ഡ്രെയിനേജിൻ്റെ നേരെ വട്ടം ഞാൻ കിടക്കുന്നു, എൻ്റെ മേലെ ബൈക്ക് കിടക്കുന്നു. എനിക്ക് എണീക്കാൻ മേല. ഞാൻ അവിടെ നിന്ന് കിടന്ന് പ്രാർത്ഥിച്ചു. കാരണം തല ഇങ്ങനെ റോഡിലേക്ക് കിടക്കുക. പുറകിന് ഒരു ഓവർടേക്ക് ചെയ്ത് ഞാൻ ലോറി കയറിയാണ് വന്നത്. ലോറിയെ ഓവർടേക്ക് ചെയ്താണ് ഞാൻ വന്നത്. പെട്ടെന്ന് തന്നെ മാതാവ് എത്തിച്ചാന്ന് മാതാവ് ഒന്ന് രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം പെട്ടെന്നൊരു ബൈക്കാരൻ വന്ന് ഒരു വളവിൻ്റെ അപ്പുറം കൊണ്ട് ചവിട്ടിട്ട് ചോദിച്ചു, വരണമെന്ന് ചോദിച്ചു. വരാൻ പറഞ്ഞു. അങ്ങനെ ആ വ്യക്തി വന്ന് എടുക്കുകയും ലോറി വന്ന് കടന്നു പോവുകയും ചെയ്തു. അങ്ങനെ വലിയ അപകടത്തിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു, ഒരു പോറൽ പോലും പറ്റാതെ. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് രാവിലെ 5:30 എണീക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ 3-ാം പൊക്കം 5:29 ആയപ്പം സ്വർണ്ണക്കതിരിൽ വലുതായിട്ട് മാതാവ് പറന്നു വന്നു. ചിറകുള്ള മാതാവ്, നല്ല ഭംഗിയാണ്. പറന്നു വന്നു. കയ്യിലിങ്ങനെ ഒരു വടിയുണ്ട്, നല്ല തിളങ്ങുന്ന സ്പാർക്കാവുന്ന വടി. ആ വെളിയിരിക്കുന്ന ഈ കൃപാസനത്തിൻ്റെ വെളിയിരിക്കുന്ന മാതാവാണ്. വന്ന് എൻ്റെ തലക്കിട്ടിങ്ങനെ ടക്കെന്ന് തട്ടിയിട്ട് പോയി. കറക്റ്റ് 5:29 ആയപ്പോൾ. അങ്ങനെ ഒരു ഇടപെടൽ ദൈവം എനിക്ക് നേരിട്ട് തന്നു. പിന്നെ അതുകൂടാണ്ട് ഞാൻ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഏരിയയിലാണ് പോണത്. അപ്പോൾ കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഞാനവിടെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ആ പഴയ സ്റ്റാൻഡിൽ ആ ബാത്റൂമായ കാരണം അതിൻ്റെ ഫ്രണ്ട് ഡോറിന് കട്ടളിലേക്ക് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. താഴേക്ക് കാലെടുത്ത് ഇറങ്ങുന്നതെന്ന് പറഞ്ഞ ഒരു കുഴി ഒരടി താഴ്ചയിലേക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ കാലെടുത്ത് ഇറങ്ങി ശ്രദ്ധിച്ചില്ല. തല അങ്ങ് ഇടിച്ചിട്ട് ഇവിടെ അങ്ങ് ഇടിച്ചങ്ങ് വലിഞ്ഞു. കാരണം എൻ്റെ തല ഒത്തിരി തട്ടിയിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷേ അതുപോലെ ഇടിച്ചിട്ടില്ല. ഇടിച്ചങ്ങ് വലിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴിഞ്ഞങ്ങ് പോയി. ഇവിടെ ഒരു വീ-ഷേപ്പായി പോയി. പെട്ടെന്ന് എൻ്റെ കൈയുടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഞരമ്പുകളെല്ലാം കൂടെ ഭയങ്കര വേദന. കൈക്കകത്തുള്ള ഞരമ്പ്, പെടലിൽ നിന്ന് താഴെ വരെയുള്ള ഞരമ്പ്, എൻ്റെ ബോധം പോകുന്നൊരവസ്ഥയിൽ ഒന്നും ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ കാത്തോളണേ, എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. എനിക്ക് വീട്ടിലെത്താനുള്ള കൃപ പറഞ്ഞേ പറഞ്ഞു. എനിക്ക് വീട്ടിലെത്തി അവൾ പ്രാർത്ഥിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. വീട്ടിലെത്താനുള്ള കൃപ പറഞ്ഞാൽ മാതാവെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ ബൈക്കിൽ കയറി. കാരണം അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം. കാരണം അധികം ബുദ്ധി പ്രവർത്തിയില്ല, വണ്ടി ഓടിക്കാം. പക്ഷേ എപ്പോഴാണ് വീണ് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം വീട്ടിൽ ചെന്ന് നേരെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഓട്ടറുണ്ട്. അവിടെ ഞാനിങ്ങനെ 2-3 നാക്ക് എടുത്ത് വർത്താനം പറയാൻ പറ്റില്ല, അതുപോലെ തളർന്നുപോയി. പ്രാർത്ഥന വിശ്വാസ പ്രമാണം പോലും ചൊല്ലാൻ പറ്റത്തില്ല. പകുതി മനസ്സിലും പകുതി സംസാരമായിട്ട് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു. മാതാവേ, ഞാൻ ഇത്രയും കാലം ചെയ്ത ഉടമ്പടി അമ്മേ മാനിക്കണമെന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിച്ചാണ് ഈ ഉടമ്പടിയിൽ നിൽക്കുന്നത്. അമ്മ മാതാവേ, യേശു ക്രിസ്തുവിനെ എനിക്ക് കൊണ്ട് തരണമേ. ഞാനിന്ന് തട്ടിപ്പോവുകയാണെങ്കിൽ അത് നിൻ്റെ ഹിതം. എനിക്ക് നീ ആഗ്രഹിക്കുന്നതിന് എനിക്ക് നാളെ ആയുസ് തരണം. നാളെ നേരം വിളിക്കുമ്പം എനിക്ക് ജീവൻ തരണമെന്ന് പറഞ്ഞു. കാരണം ചില സമയത്തൊന്നും നമുക്കറിയാം നമ്മുടെ ലാസ്റ്റ് മൊമെൻറ്റ് ആ ഒരു സിറ്റുവേഷനാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. കട്ടിലേക്ക് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കിടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഉൾപ്രേരണ ഉണ്ടായി, നീ ഇന്ന് അങ്ങോട്ട് കിടക്കണ്ട, ഇങ്ങോട്ട് ഇരിഞ്ഞ് കിടക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മുഖം കർത്താവിൻ്റെ മുഖത്തിലേക്ക് കാണുന്ന രീതിയിലാണ് ഞാൻ കിടന്നു പുതപ്പ് മൂടി കിടന്നൊരു, ഞാൻ ലൈറ്റിട്ടുണ്ടാണ് എപ്പോഴും കിടക്കാറ്. പെട്ടെന്നങ്ങ് കണ്ണിലങ്ങ് ഇരുട്ടായിപ്പോയി. പിന്നെ എനിക്കൊന്നും ചിന്തിക്കാനോ ഒന്നും പറ്റത്തില്ല. കിടക്കാമെന്ന് പറഞ്ഞ ഒരു ധ്യാനം ഹെഡ്സെറ്റിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. പക്ഷേ അത് സൗണ്ട് പോലും കേൾക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് കിടന്ന പിന്നെ ഒന്നും ഓർമ്മയില്ല. പെട്ടെന്ന് തന്നെ എന്നോട് ആരോ പറയുന്നു, ആ പുതപ്പ് ഉയർത്താൻ, പുതപ്പ് മാറ്റാൻ പറയുന്നു. അപ്പോൾ എനിക്ക് പുതപ്പ് മാറ്റാൻ കഴിയില്ല. ആ സെക്കൻഡിൽ തന്നെ പുതപ്പ് ഇങ്ങനെ സെൻറ്ററിൽ പിടിച്ച്, ഈ നെറ്റ് സെൻറ്ററിൽ പിടിച്ച് ഇങ്ങനെ ഉയർത്തുന്ന എങ്ങനെയാണോ അതുപോലെ പെട്ടെന്നങ്ങ് ഉയർത്തി.
പെട്ടെന്നങ്ങ് ഓർത്തപ്പോഴത്തേക്കും കർത്താവിൻ്റെ മുഖമാണ് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കാണുന്നത്, വലിയതായിട്ട് പവർഫുള്ളായിട്ട് കർത്താവിൻ്റെ മുഖം കാണുക. അപ്പം ഇനി ഞാൻ അവിടെ സ്തുതിക്കുന്നു, ഉറക്കത്തിലാണോ അൺകോൺഷ്യസ് ആണോ അറിയത്തില്ല, ഞാൻ സ്തുതിക്കുകയാണ്. സ്തുതിക്കുമ്പം അപ്പുറത്ത് നിന്ന് ചേട്ടൻപള്ളി എണീക്കുന്നു, അവർ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊന്നും എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമതും ഞാൻ സ്തുതിച്ചുകൊണ്ട് പറയാൻ എനിക്ക് ഒന്നുകൂടെ കാണാമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ കാണാമെന്ന് പറഞ്ഞപ്പം അതുപോലെ തന്നെ വലിയ കർത്താവിൻ്റെ നല്ല പവർഫുള്ളായിട്ടുള്ള നമ്മുടെ കുരിശ് കിടക്കുന്ന കർത്താവിൻ്റെ മുഖം എനിക്ക് കാണാനിടയായി. ഡയറക്റ്റ് കർത്താവ് വന്ന് എന്നെ സുഖപ്പെടുത്തി. രാവിലെ എണീറ്റപ്പം ഇവിടെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഈ മുഴ ഇവിടെ പൊങ്ങി വരും, കറക്കറ സൗണ്ട്. ഞാൻ ഒന്നേ തൊട്ടുള്ളൂ, ഇവിടെ പൊങ്ങി വരുമായിരുന്നു. ഇവിടെ ഇപ്പോഴും വെയ്യുള്ള വെട്ടുകിടപ്പുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പം ആ മുഴ അവിടെ ഇല്ല. അതിൽ നിന്ന് തന്നെ അത്ഭുതകരമായിട്ട് കർത്താവ് യേശുക്രിസ്തു വന്ന് എന്നെ രക്ഷിച്ചു. അടുത്ത എനിക്ക് ഞാൻ കൊറോണ സമയത്ത് 2 ചിട്ടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അത് നറുക്ക് ചിട്ടിയായിരുന്നു, അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഡേറ്റിൽ തന്നെ എനിക്ക് കിട്ടുന്നതിന് വേണ്ടി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി 7 തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ തലയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതേ ഡേറ്റിൽ തന്നെ അതേ ടൈമിൽ തന്നെ എനിക്ക് 2 ചിട്ടിയും ലഭിച്ചു. പിന്നെ എനിക്ക് കൊറോണ സമയത്ത് എനിക്ക് ജോലി ഇല്ലായിരുന്നു. ജോലി നഷ്ടപ്പെട്ട് കുറേ, നമ്മുടെ നാട്ടിലറിയാലോ ഒരു ജോലി ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പം ബാംഗ്ലൂരിൽ എനിക്ക് ജോലി ഉണ്ട്, 9 വർഷം ജോലി ചെയ്തായിരുന്നു. ഞാൻ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ റിസൈൻ ചെയ്ത് പോകുന്നതാണ്. നാട്ടിൽ വന്നൊരു കുറച്ച് കാലം നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജോലി ഇല്ലാണ്ടായി, സാമ്പത്തികം ഭയങ്കര ടൈറ്റായി, ഒരു രക്ഷയില്ലാതായി. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാമെന്ന് ഒരു ടെൻഷനും ഇല്ലാത്ത രീതിയിൽ, ആരും ടോർച്ചർ ചെയ്യാത്ത രീതിയിൽ ഒരു ജോലി എനിക്ക് മാതാവ് വാങ്ങിത്തന്നു. അതുമാത്രമല്ല പ്ലസ് വണ്ടിയും കിട്ടി, പെട്രോളും ഫ്രീ ആയിട്ട് കിട്ടും. ആ രീതിയിൽ ഉടമ്പടി എടുത്ത പിന്നെ വേറെ എങ്ങോട്ടും ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. കാരണം വെച്ചാൽ ഈ പത്രം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അതിന് അഭിമാനക്കുറവൊന്നുമില്ല. അഭിമാനക്കുറവ് എപ്പോഴും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ പത്രം കൊടുക്കുകയില്ല. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് റെഡിയായിട്ട് വീണ്ടും പോയി കൊടുക്കും. അതെല്ലാവരുടെയും മുമ്പിൽ വെച്ചേ കൊടുക്കാറുള്ളൂ. ഇവിടുന്ന് പരിയാരത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്, കണ്ണൂർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ മുണ്ടക്കയം. ഞായറാഴ്ച കുർബാന കൂടാൻ പോകുന്ന നേരെ മൂന്നാട്ടിലേക്കാണ്. അവിടുന്ന് ഒരു 35 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയി രാവിലെ പോയി പത്രം ഉണ്ടെങ്കിൽ ആ പത്രമൊക്കെ പറഞ്ഞു കൊടുത്ത് അതിനുശേഷം 5 മണിക്കത്തെ കുർബാന കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് പോരുന്നൊരു രീതിയാണ് എൻ്റെത്. കാരണപ്രവൃത്തി അത്യാവശ്യം സഹായിക്കാം, എന്നെപ്പോഴും കൊണ്ട് വരുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, നേരത്തെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രാർത്ഥനയും അറിയാം, പക്ഷേ അതൊരു അതരവ്യായാമം മാത്രമാണ്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ചടിക്കുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഉടമ്പടി നിൽക്കുമ്പം നമ്മൾ കറക്റ്റായിട്ട് പ്രേക്ഷിത പ്രാർത്ഥന ചെയ്ത് ഉടമ്പടി നിൽക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം വന്നാലും അവരിങ്ങോട്ട് ആ കുഴപ്പമില്ല ഓക്കെ എന്ന് പറയത്തുള്ളൂ. അല്ലാതെ ഒരു വേറൊരു വള്ളിക്കെട്ടിലേക്ക് പോകുന്നൊരവസ്ഥയില്ല. ദൈവം എല്ലാം നമുക്ക് ഒരു പോസിറ്റീവ് പ്ലസ് ആക്കി തരുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഉടമ്പടിയിലുള്ളത്. ഉടമ്പടി ആരാധനകളൊക്കെ ഞാൻ എല്ലാം കൂടും. രാവിലെ വണ്ടിയെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴും അത് മൊബൈൽ ഹോൾഡറുണ്ട്, അവത്തെ ഹോൾഡ് ചെയ്ത് അത് ഓണാക്കിയിട്ടാണ് ഞാൻ പോരുന്നത്. ഉടമ്പടി ആരാധന കറക്റ്റായിട്ട് കൂടാറുണ്ട്, ഒരെണ്ണം പോലും മിസ്സാകുന്നില്ല. ഒരെണ്ണോടെ കൂടുതൽ കൂടാൻ പറ്റുമെങ്കിൽ അത്ര നല്ല രീതിയിൽ ഞാൻ എല്ലാം കൂടാറുണ്ട്. അങ്ങനെ ചെയ്യുന്നു. പിന്നെ പരിശുദ്ധ കുർബാനയിലൊക്കെ എല്ലാ ഞായറാഴ്ചയിലും തന്നെ മാക്സിമം കൂടാറുണ്ട്. അങ്ങനെ മിക്സായി പോകുന്ന അവസ്ഥ വളരെ കുറവാണ്. പിന്നെ അതുകൊണ്ടാണ്ട് കുമ്പസാരമൊക്കെ 2 ആഴ്ചയിലാക്കി, അത് മാക്സിമം 2 ആഴ്ച തന്നെ ആക്കും. വിശുദ്ധിയിൽ മാക്സിമം ചില കുമ്പസാരം മുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അശുദ്ധമായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ പോകാറില്ല, ശ്രദ്ധ കൊടുക്കാറില്ല. ആ രീതിയിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തടസ്സം എന്ന് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ 9 വർഷം ജോലി ചെയ്തതാണ്. പരിശുദ്ധ കുർബാനയൊന്നും സമയത്ത് കൂടത്തില്ല. അങ്ങനെ നമ്മുടെ സഭയുടേതായിട്ടുള്ള ഒരു പരിപാടിയും അങ്ങനെ വല്ലപ്പോഴും ക്രിസ്മസിനോ ഓണത്തിനോ ഈസ്റ്ററിനോ ഒക്കെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അനുഭവിച്ചു. കാരണം നമ്മുടെ കുർബാനയുടെയും നമ്മുടെ മതപ്രഭാവത്തിൻ്റെയൊക്കെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇല്ലാതെ വരുമ്പോഴേ അറിയത്തുള്ളൂ. അത് വേറെ നാട്ടിൽ പോയി കഴിയുമ്പോൾ നമുക്ക് നല്ല പണി കിട്ടും. നമ്മൾക്ക് ഇത് കറക്റ്റായിട്ട് ചെയ്ത് കഴിയാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ബ്ലെസ്സിങ്സ് പോവും, നമുക്ക് കിട്ടുന്ന ആ കൃപ അത് നിലനിർത്താൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ അലഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ വരുന്നത്. ഞാൻ യോഗത്തിൽ വെച്ചിരുന്ന അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന്, കർത്താവ് അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളുടെ വേറെ എന്ത് അനുഗ്രഹം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ കർത്താവ് അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന്, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും യേശുക്രിസ്തുവിനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യപ്പെടാൻ അവസാനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43:18 മുതലുള്ള തിരുവചനങ്ങളിൽ
കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. തൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് ചെയ്ത കൃപകൾ ഓരോന്നായി ഈ മകൻ ഇവിടെ പങ്കുവെച്ചു. എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് വന്ന മാറ്റങ്ങളെന്നും അതിനു മുൻപ് താൻ എങ്ങനെയായിരുന്നു, കൂദാശ ജീവിതത്തിൻ്റെയൊക്കെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് ഇപ്പോൾ താൻ മനസ്സിലാക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുവാനായിട്ട് ഓരോരോ മേഖലകൾ തിരഞ്ഞെടുക്കുന്നത്, 3-6 വരെയൊക്കെ പോയി തൻ്റെ കൃപാസന പത്രം കൊടുത്ത് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും, വിശുദ്ധ കുർബാന ഏറ്റവും സജീവമായിട്ട് പങ്കെടുക്കുവാനായിട്ട് താൻ മാക്സിമം ശ്രമിക്കുന്നു. കുംഭസാരം, അതുപോലെ ഇവിടെ നിന്ന് പറയുന്ന നിബന്ധനകൾ അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവം തനിക്ക് സമീപസ്ഥനായ അനുഭവം, തൻ്റെ അപകടത്തിൽ നിന്നൊക്കെ തനിക്ക് സംരക്ഷണം, അതെങ്ങനെയാണ് ഈശോയുടെ ദർശനം തനിക്കുണ്ടാവുക. അതുപോലെ പരിശുദ്ധ അമ്മ, ഈ മകന് സ്വപ്നത്തിൽ അമ്മ കാണപ്പെടുന്നുണ്ട്. അങ്ങനെ തനിക്ക് ലഭിക്കുന്നതൊക്കെ കൃപയായിട്ട് കണ്ടുകൊണ്ട് വർഷങ്ങളായിട്ട് തങ്ങൾക്കില്ലാതിരുന്ന വഴി ലഭിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റം വരുന്നു. തനിക്കൊരു ജോലിയില്ലായിരുന്നു, ഇന്ന് സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയുണ്ട്. എന്തിനും ഏതിനും ഉടമ്പടിയാണ് തന്നെ സഹായിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ നടക്കാത്ത ഒരു കാര്യവുമില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് നാം കൂടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുണ്ട്. അങ്ങനെ തനിക്ക് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, തൻ്റെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപയാൽ തനിക്ക് ലഭിച്ച ജീവിതവും ജീവനുമൊക്കെ തനിക്ക് നഷ്ടപ്പെടാമായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ സംരക്ഷിച്ച് ഇന്ന് ഉടമ്പടിയിലൂടെ തന്നെ പിടിച്ചു നിർത്തുന്ന ദൈവിക കൃപ ഈ മകൻ മനസ്സിലാക്കുന്നതിനും അങ്ങനെ ദൈവ മകനായിട്ട് വളരുവാനും തുടർന്ന് ജീവിക്കുവാനുമൊക്കെ ഈ മകൻ കാണിക്കുന്ന ഉത്സാഹം, എല്ലാത്തിനും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.